വെൽക്കം. തഹ്മനാണ്. മൈക്രോബയോളജിയിൽ ഈ വീഡിയോ കൾച്ചർ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച് രണ്ടര മെത്തേഡ്സ് ഉണ്ട്. വൺ ഈസ് എയറോബിക് കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്, രണ്ട് എനൈറോബിക് കൾച്ചർ മെത്തേഡ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എയറോബിക് കൾച്ചർ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. എനൈറോബിക് നമുക്ക് പിറകെ പറയാം. നമ്മളൊരു സാമ്പിൾ ഓർ ടെസ്റ്റ് സ്പെസിമെൻ, അത് ബ്ലഡ് ആകാം, യൂറിൻ ആകാം, അല്ലെങ്കിൽ പസ്, സ്റ്റൂൾ, ഏതുമാകാം, എടുക്കുന്നു, രോഗിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. സോ ഇതിൽ ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എന്ന് നമുക്കറിയാം. വിവിധ തരം ഡൈവേഴ്സ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സോ ഈ സാമ്പിൾ നമ്മൾ ഒരു കൾച്ചർ മീഡിയയിൽ ഇനോക്കുലേറ്റ് ചെയ്താൽ, സോ ഇതിലെ ഓരോ മൈക്രോ ഓർഗാനിസവും ഡിവൈഡ് ചെയ്ത് ഓരോന്നും അവരുടേതായ ഓരോ കോളനി, ബാക്ടീരിയയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ കോളനി, സോ ഒരു കോളനി ഫോം ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു മൈക്രോ ഓർഗാനിസത്തെ കാണാൻ നമുക്കൊരു മൈക്രോസ്കോപ്പ് വേണമെങ്കിൽ ഈ കോളനി കാണാനായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ആവശ്യമില്ല. സോ ദിസ് മാക്രോസ്കോപ്പിക്, വലിയ മാക്രോസ്കോപ്പിക് മീൻസ് മൈക്രോസ്കോപ്പിക് അല്ലാത്ത വിസിബിൾ ആയിട്ടുള്ള കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ ഓൺ ദ കൾച്ചർ മീഡിയത്തിൽ കാണുന്നതാണ്. ഇതിനാണ് നമ്മൾ കോളനി എന്ന് നമ്മൾ വിളിക്കുക, കോളനി ഓഫ് ദാറ്റ് മൈക്രോ ഓർഗാനിസം. ആൻഡ് ഇതിലെ ഓരോ കോളനിയിൽ നിന്നും നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ കൾച്ചർ മീഡിയത്തിൽ വളർത്തിയെടുത്ത് നമുക്കൊരു പ്യുവർ കൾച്ചർ ഓഫ് ഈച്ച് കോളനി നമുക്ക് കിട്ടും. സോ ഫ്രം എ മിക്സഡ് ബാക്ടീരിയൽ കോളനിയിൽ നിന്ന് ഓർ മൈക്രോ ഓർഗാനിസം കൾച്ചറിൽ നിന്ന് ഓരോ കോളനിയും നമ്മൾ ഐസൊലേറ്റഡ് കോളനി ഓഫ് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ എ പോപ്പുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ സെൽസ് അറൈസിംഗ് ഫ്രം എ സിംഗിൾ മൈക്രോ ഓർഗാനിസംസ് ഓർ സെൽ, ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക പ്യുവർ കോളനി എന്ന് വിളിക്കുക, പ്യുവർ കോളനി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കൾച്ചർ. സോ ഇങ്ങനെ വളർത്തിയെടുക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ എയറോബിക് കൾച്ചർ മെത്തേഡ്സ്, എനൈറോബിക് കൾച്ചർ മെത്തേഡ്സ്. സോ ദീസ് ആർ ടെക്നിക്സ് ടു ഗ്രോ ദീസ് മൈക്രോ ഓർഗാനിസം. സോ അതിൽ നമ്മൾ എയറോബിക് ആണ് നമ്മൾ ഇവിടെ പറയാം. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൾച്ചർ ചെയ്യുന്നത്? വൈ വി ഡു ദിസ്? ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു ബാക്ടീരിയയും നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ എ പ്യുവർ കൾച്ചർ ഓഫ് എ പെർട്ടിക്കുലർ, ഒരു പ്രത്യേക മൈക്രോ ഓർഗാനിസത്തിന്റെ പ്യുവർ കൾച്ചർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ എന്നിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് കൾച്ചർ ഉണ്ടാക്കി വെക്കാം. സ്റ്റോക്ക് കൾച്ചർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഇത് മറ്റ് ഫർദർ യൂസസിന് എടുക്കാം, നമുക്ക് സൂക്ഷിക്കാം. അതാണ് ഒരു കാരണം. രണ്ട്, ഇതിന്റെ കൗണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. അങ്ങനെ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ എത്രയുണ്ട് കൗണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ എസ്റ്റിമേഷൻ ഓഫ് വയബിൾ കൗണ്ട്സ്, നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് പെർ ml നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ പെർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസംസ് മൂലമുള്ള രോഗം അല്ലെങ്കിൽ കണ്ടീഷൻസ് നമുക്ക് ട്രീറ്റ് കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം. സോ നമുക്ക് ഏത് ആന്റിബയോട്ടിക് യൂസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ആന്റിബയോട്ടിക്കിന്റെ സെൻസിറ്റിവിറ്റി ടു ദാറ്റ് മൈക്രോ ഓർഗാനിസം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ദെൻ നേരത്തെ സെൻസിറ്റീവ് ആയിരുന്നു ഈ ആന്റിബയോട്ടിക്കിനോട്, ഇപ്പോൾ റെസിസ്റ്റന്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാം. സോ അങ്ങനെയൊക്കെയുള്ള റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ഈ ഓരോ മൈക്രോ ഓർഗാനിസംസ് വളർത്തിയതിൽ നിന്ന് നമുക്ക് ആന്റിജൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആന്റിജൻസ് നമുക്ക് പ്രിപ്പറേഷൻസ് നമുക്ക് നടത്താം, മറ്റ് ടെസ്റ്റുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു ഉപയോഗം എന്ന് പറയുന്ന വളർത്തിയെടുത്ത മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. പഴയതുമായിട്ടുള്ള സ്റ്റോക്ക് കൾച്ചറായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. റാമത്തെ ഫൈനലി ഇതിന്റെ ബാക്ടീരിയോഫേജ് ഓർ ബാക്ടീരിയോസിൻ ഇതൊക്കെ നോക്കിയിട്ട് സസെപ്റ്റബിലിറ്റി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബാക്ടീരിയകളെ തന്നെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഒരു ഓർഗാനിസത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇതൊക്കെയാണ് കൾച്ചർ ചെയ്യുന്നതിന്റെ ഉപയോഗങ്ങൾ, കാരണങ്ങൾ. സോ എയറോബിക് കൾച്ചർ മെത്തേഡ്സിൽ നമ്മൾ ഒരു 8 ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പറയാം. സോ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് പറയാൻ നമ്മുടെ കയ്യിലുള്ള ആ ടെസ്റ്റ് സാമ്പിൾ സോളിഡ് ആണോ ലിക്വിഡ് ആണോ, സോ ഇഫ് ഇറ്റ് ഇസ് സോളിഡ് ഓർ ലിക്വിഡ് ആണോ എന്നുള്ളത് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇനോക്കുലേറ്റ് ചെയ്യുന്നു എന്നതും അടിസ്ഥാനമാക്കിയിട്ടാണ്. സോ ട്രാൻസ്ഫർ മെത്തേഡ്സും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഇനോക്കുലേഷൻ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ജനറൽ ആയിട്ട് ഒരു കാര്യം, ഓരോ ട്രാൻസ്ഫറിന് മുമ്പും അതിനുശേഷവും നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് പോലുള്ളവ നമ്മളൊരു ബെൻസൺ ബർണറിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. ആൽക്കഹോൾ ഡിപ്പ് ചെയ്തൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക, അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ പറയുന്ന ലിക്വിഡ് കൾച്ചർ മെത്തേഡ് ഒഴികെ ബാക്കി എല്ലാം പ്യുവർ കൾച്ചർ മെത്തേഡ്സ് ആണ് എന്നുള്ളതാണ്. സോ ലിക്വിഡ് കൾച്ചർ മെത്തേഡ്സിൽ നമ്മൾ വീണ്ടും പ്യുവർ കൾച്ചർ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറയുന്നത് സ്ട്രീക്ക് കൾച്ചർ ആണ്, STREAK, സ്ട്രീക്ക് കൾച്ചർ മെത്തേഡ് ആണ്. ഫസ്റ്റ് ഇസ് സർഫസ് പ്ലേറ്റിംഗ് മെത്തേഡ് ആണ്. ഇവിടെ ഒരു സോളിഡ് അഗർ പ്ലേറ്റിന് മുകളിലാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. സോ അഗർ പ്ലേറ്റ് ഇസ് സോളിഡ് ആൻഡ് ഡ്രൈ ആണ്. ആൻഡ് ഉപയോഗിക്കുന്ന ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റിനം അല്ലെങ്കിൽ നമ്മൾ അതിനെ നിക്രോമിന്റെ ഒരു ലൂപ്പ്
ലൂപ്പാണ്, വയർ ലൂപ്പാണ്, പ്ലാറ്റിനം കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് നിക്രോം ഉപയോഗിക്കുക. 2 to 4 mm വീതിയുള്ള ഒരു ടിപ്പ്. സോ ഇങ്ങനെ ഒരു ടിപ്പ് അതിന് ഉണ്ടായിരിക്കും. സോ നമുക്കൊരു അഗർ പ്ലേറ്റ് സോളിഡ്, ഇത് ഒരു അഗർ പ്ലേറ്റ് ആണ്, സോളിഡ് ആയിട്ടുള്ള സംഭവം. ഇതൊരു പെട്രി ഡിഷ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് അഗർ പ്ലേറ്റ് ഉണ്ട്. സ്റ്റെറിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഇനോക്കുലം പ്ലാറ്റിനം ലൂപ്പ് വെച്ചിട്ട് നമ്മൾ സ്ട്രീക്ക് ചെയ്യാണ്. സ്ട്രീക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുക, തോണ്ടുക എന്നുള്ളതാണ് അർത്ഥം. സോ നിക്രോം ഓർ പ്ലാറ്റിനം ലൂപ്പിൽ ആദ്യം നമ്മൾ സ്പെസിമെൻ സാമ്പിൾ വെച്ചിട്ട് ഒരു ലൂപ്പ് ഫുൾ നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇനി അഗർ പ്ലേറ്റിൽ നമ്മൾ സ്ട്രീക്ക് ചെയ്യാം. പല രീതിയിൽ സ്ട്രീക്ക് ചെയ്യാം. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന സ്ട്രീക്കിങ് ക്വാഡ്രന്റ് സ്ട്രീക്ക് ആണ്. ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡാണ്. അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേര് 4 സെക്ടർ സ്ട്രീക്ക് മെത്തേഡ് എന്നും നമ്മൾ ഇതിനെ വിളിക്കും. 4 സെക്ടർ. സോ ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡിൽ നമ്മൾ പെട്രി ഡിഷിലെ അഗറിന്റെ ഭാഗം ഒരു 4 ക്വാഡ്രന്റ് ആക്കുന്നു. സോ ഇതൊരു ഭാഗമാണ്, ഇത് രണ്ടാമത്തെ ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം, ആൻഡ് ഇത് നാലാമത്തെ ഭാഗം. 1 2 3 4 ഇങ്ങനെ ഒരു വലിയ ഭാഗം ആണ് ക്വാഡ്രന്റ് 4 എന്ന് പറയുന്നത്. സോ ആദ്യം ക്വാഡ്രന്റ് 1 നമ്മൾ ഇത് സാമ്പിൾ ആണെങ്കിൽ ഇതിനകത്തിരിക്കുകയാണ് സാമ്പിൾ എങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഒരു പ്ലാറ്റിനം നിക്രോം വയർ എടുത്തിട്ട് ഒരു ഫുൾ സംഭവം എടുക്കുന്നു. എടുത്തിട്ട് ഇവിടെ സ്ട്രീക്ക് ചെയ്യാം. ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുന്നു. സ്ട്രീക്ക് ചെയ്യുക പാരലൽ ലൈനായിട്ട് ഇങ്ങനെ നമ്മൾ സ്ട്രീക്ക് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്ട്രീക്ക് ചെയ്യാന്ന് വിചാരിക്കുക. സോ സീരീസ് ഓഫ് പാരലൽ ലൈനാണ് നമ്മൾ സ്ട്രീക്ക് ചെയ്യുക. സോ ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വയർ ലൂപ്പ് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യും, തണുപ്പിച്ചെടുക്കുന്നു. ദെൻ ക്വാഡ്രന്റ് 1 നിന്ന് ഇവിടെ നിന്ന് ഒരു ഭാഗം തോണ്ടിയെടുത്തിട്ട് നമ്മൾ ക്വാഡ്രന്റ് 2 ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ദെൻ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുന്നു, തണുപ്പിക്കുന്നു. ദെൻ ഇവിടെ നിന്ന് ഒരു ഭാഗം കൊടുത്തിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് ഒരു ഭാഗം കൊടുത്തിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യും. നാലാമത്തെ ഭാഗത്തിലും സ്ട്രീക്ക് ചെയ്യും. സോ ക്വാഡ്രന്റ് 1 നിന്ന് ക്വാഡ്രന്റ് 4 എത്തുമ്പോഴത്തേക്കും മൈക്രോബ്സിന്റെ എണ്ണം കുറവായിരിക്കും. ഇറ്റ്സ് ലൈക്ക് എ സീരിയലി ഡയല്യൂട്ടഡ് പോലെ ഇരിക്കും. സോ നമുക്ക് കിട്ടുക ക്വാഡ്രന്റ് 1 ഇവിടെ നമുക്കൊരു തിക്ക് ഗ്രോത്ത് ആയിരിക്കും നമുക്ക് കിട്ടുക. തിക്ക് ഗ്രോത്തിലായിരിക്കും ക്വാഡ്രന്റ് 1 ഇവിടെ നമുക്കൊരു ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് കോളനീസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഒരു ഗുണം. ഈ ക്വാഡ്രന്റ് 4 വിട്ട് ഭാഗങ്ങളിലായിരിക്കും മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. സോ ക്വാഡ്രന്റ് സ്ട്രീക്ക് അല്ലാതെയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രീക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഒരെണ്ണം ടി സ്ട്രീക്ക് ആണ്. ടി സ്ട്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പെട്രി ഡിഷ് എടുത്തിട്ട് 3 ഭാഗമാണ് ആക്കുക. ഇത് ക്വാഡ്രന്റ് 1, ക്വാഡ്രന്റ് അല്ല, ഇതൊരു ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം. സോ ഇങ്ങനെ ആക്കുന്നതാണ് നമുക്ക് ടി സ്ട്രീക്ക് എന്ന് പറയാം. മറ്റൊരു മെത്തേഡ് റേഡിയന്റ് സ്ട്രീക്ക് മെത്തേഡാണ്. റേഡിയന്റ് സ്ട്രീക്ക് മെത്തേഡിൽ നമ്മൾ ചെയ്യുക, ആദ്യം പെട്രി ഡിഷ് ഇങ്ങനെ എടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്ട്രീക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ റേഡിയന്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുന്നതാണ് റേഡിയന്റ് സ്ട്രീക്ക് മെത്തേഡ് എന്ന് പറയും. ഇനി മറ്റൊരു സ്ട്രീക്കിംഗ് മെത്തേഡാണ് സിഗ്സാഗ് സ്ട്രീക്കിംഗ് മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ പേര് കേൾക്കുന്ന പോലെ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുക. സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുന്നതാണ് സിഗ്സാഗ്. മറ്റൊരു സ്ട്രീക്കിംഗ് മെത്തേഡാണ് കണ്ടിന്യൂസ് സ്ട്രീക്ക്. ദെൻ അടുത്തൊരു മെത്തേഡ് കണ്ടിന്യൂസ് സ്ട്രീക്കിങ്ങിനകത്ത് ഇതിങ്ങനെ എടുക്കുന്നു. നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ട്രീക്ക്, ദെൻ ഇവിടെ വേറെ ഭാഗം, അതിൽ നിന്ന് എടുത്ത ഭാഗം ഇവിടെ ഇങ്ങനെ സ്ട്രീക്ക്. സോ ഇതാണ് കണ്ടിന്യൂസ് സ്ട്രീക്കിംഗ്. സോ ഇവിടെ എല്ലാം ആദ്യം സ്ട്രീക്ക് ചെയ്ത ഭാഗത്ത് കൂടുതൽ ഗ്രോത്ത്, പിന്നീടുള്ള ഭാഗത്ത് കുറച്ച് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകും. സോ ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രീക്കിംഗ് മെത്തേഡാണ്. ഒബ്റ്റൈനിങ് പ്യുവർ കൾച്ചർ കിട്ടാനായിട്ടുള്ള മോസ്റ്റ് കോമൺ മെത്തേഡ് ഇതാണ്. ആൻഡ് ഡിഫറെന്റ് പാറ്റേൺസിൽ നമുക്ക് ചെയ്യാൻ നമ്മൾ കണ്ടു. ദെൻ പ്യുവർ കൾച്ചർ മെത്തേഡ് കിട്ടും. ദെൻ എയറോബിക് മൈക്രോ ഓർഗാനിസം ആണ് ഇങ്ങനെ ചെയ്യുക. അനൈറോബിക്കിന് ഇത് പറ്റില്ല. ആൻഡ് റിക്വയർസ് ഓൺലി ലെസ് ടൈം, കുറച്ച് സമയം മാത്രം മതി. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ദിസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. സ്ട്രീക്കിംഗ് സമയത്ത് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അതിന്റെ മറ്റൊരു പ്രശ്നം. ദെൻ എയറോബ്സ് മൈക്രോ ഓർഗാനിസത്തിന് ഇത് പറ്റും, പക്ഷെ എനൈറോബിക്കിന് ഈ മെത്തേഡ് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോർ പ്ലേറ്റ് കൾച്ചർ മെത്തേഡാണ്. പോർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പോർ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നുള്ളതാണ്. സോ മീഡിയയും ഇനോക്കുലവും രണ്ടും ലിക്വിഡാണ്. മീഡിയ ഈസ് ലിക്വിഡാണ്, ഇനോക്കുലം ഈസ് ഓൾസോ ലിക്വിഡാണ്. സോ ദിസ് ദ മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് കോളനീസ്. സോ കൗണ്ട് ചെയ്യാനായിട്ട് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പോർ പ്ലേറ്റ് മെത്തേഡാണ്. സോ ഇവിടെ ആദ്യം സാമ്പിൾ നമ്മൾ സീരീസ് ആയിട്ട് ഡയല്യൂട്ട് ചെയ്യുന്നു. സോ ഒരു സാമ്പിൾ നമ്മളിൽ കിട്ടുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരു ഡയലൂഷൻ, രണ്ടാമത്തെ വീണ്ടും ഡയലൂഷൻ, ഇങ്ങനെ സീരീസ് ആയിട്ട് ഡയല്യൂട്ട് ചെയ്ത് വെക്കാം. സോ ഇപ്പോൾ യൂറിൻ കൾച്ചറിനൊക്കെ ഇത് ബെസ്റ്റ് ആണ്. ഇത് നമ്മുടെ യൂറിൻ ആണെന്ന് വെച്ചാൽ ഇതിനെ ഡയല്യൂട്ട് ചെയ്ത് നമ്മൾ വെക്കുന്നു. സോ ഓരോ സീരിയൽ ഡയലൂഷനും സ്മോൾ വോളിയം നമ്മൾ എടുക്കുന്നു. സോ ഇതിൽ നിന്ന് ഒരു മൈക്രോ പിപ്പറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഒരു സംഭവം എടുത്തിട്ട് പെട്രി ഡിഷ് എടുക്കുന്നു. പെട്രി ഡിഷിന്റെ നടുവിലേക്ക് ഇത് അങ്ങോട്ട് ഒഴിക്കുന്നു. സോ സ്മോൾ വോളിയം മൈക്രോ ലിറ്റേഴ്സ് എല്ലാം നമ്മൾ ഒഴിക്കുക. ദെൻ ഇതിനകത്തേക്ക് നമ്മളൊരു 45 ഡിഗ്രി മോൾട്ടൺ ആയിട്ടുള്ള അഗർ മീഡിയം, മോൾട്ടൺ അഗർ മീഡിയം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഒരു 15 to 17 ml ഒക്കെ ആയിരിക്കും നമ്മൾ ഒഴിക്കുക. സോ പതിയെ മിക്സ് ചെയ്യാന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് മിക്സ് ചെയ്യാം. ഇങ്ങോട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, ദെൻ
ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഇങ്ങനെയൊക്കെ സ്ലോലി അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്തൊക്കെ മിക്സ് ചെയ്യുന്നു. സോ മൈക്രോ ഓർഗാനിസം ഉള്ളത് മീഡിയത്തിന്റെ എൻറ്റയർ ഡെപ്തിൽ അല്ലെ, ഇതിനകത്തേക്ക് സംഭവം കൊണ്ട് ഒഴിച്ചു കഴിയുമ്പോൾ മൈക്രോ ഓർഗാനിസം ഇതിന്റെ ഫുൾ ഡെപ്തിൽ ഇത്രയും 1 മില്ലിമീറ്റർ തിക്നെസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തിക്നെസ് മൊത്തം മൈക്രോ ഓർഗാനിസംസ് ഇതിനകത്ത് ഉണ്ടാവും. സ്ട്രീക്കിൽ നമ്മൾ കണ്ടത് സർഫസിൽ മാത്രമായിരുന്നു, ഇവിടെ സർഫസിൽ മാത്രമല്ല ഫുൾ ഡെപ്തിൽ. ഇനോക്കുലം ചെയ്തത് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. എല്ലാത്തിലും ഇൻക്യുബേഷൻ ഉണ്ട്. ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ഗ്രോത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ഡയലൂഷനും കോളനി കൗണ്ടിങ് ചേമ്പറിൽ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓരോന്നിനകത്തുള്ള ഗ്രോത്ത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാം. സോ ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് എണ്ണാനായിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ വി ക്യാൻ ക്വാണ്ടിഫൈ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഡയലൂഷൻ അനുസരിച്ച് ഓരോ പെട്രി ഡിഷിനകത്തും ഗ്രോത്ത് വ്യത്യസ്തമായിരിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്രെഡ് പ്ലേറ്റ് ആണ്. സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡാണ് ടെക്നിക്. ആൻഡ് ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ് കൾച്ചർ മീഡിയ ഈസ് അഗെയിൻ നമ്മുടെ അഗർ പ്ലേറ്റ് തന്നെയാണ്. സോ ഇതിപ്പോൾ അഗർ പ്ലേറ്റ് ആണെങ്കിൽ അഗറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ആൻഡ് സാമ്പിൾ ഇതിന്റെ സെന്ററിനകത്ത് ഒരു 2 to 3 ഡ്രോപ്സ് നമ്മളിങ്ങനെ ഒഴിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു 30 to 300 സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൻഡ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബെൻഡ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് ഷേപ്പ് ശരിയല്ല, ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു ബെൻഡ് പോലത്തെ ഒരു സാധനം ഗ്ലാസ് റോഡ് വെച്ചാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ബെൻഡ് വെച്ചിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇത് നമ്മൾ ആൽക്കഹോളോ അല്ലെങ്കിൽ ബെൻസൺ ബർണറൊക്കെ വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത സാധനമാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനോക്കുലം ഈ പ്ലേറ്റ് മുഴുവൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാണ്. നമ്മുടെ പത്തിരിയൊക്കെ പരത്തുന്ന മാതിരി ഈ സാധനം വിട്ട് ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാണ്. സോ സർഫസിൽ മാത്രമാണ്. സോ അഗെയിൻ ദിസ് ഈസ് ഓൺലി ഇൻ ദ സർഫസ്. ഇവിടെ സർഫസിലല്ല, ഓൾ ദ തിക്നെസ്സിലാണെന്ന് പറഞ്ഞു. ഇവിടെ സർഫസിൽ മാത്രമായിരിക്കും ഗ്രോത്ത് നടക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ഐസൊലേറ്റ് കോളനീസ് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലോൺ ഓർ കാർപ്പറ്റ് കൾച്ചർ മെത്തേഡാണ്. ലോൺ കാർപ്പറ്റ് എന്നൊക്കെ വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. സോ സോളിഡ് മീഡിയ പെട്രി ഡിഷിലാണ്. സോ ഇവിടെ പെട്രി ഡിഷ് എടുക്കുന്നു. സോളിഡ് മീഡിയ ആണ് അതിനകത്തുള്ളത്. സോ ഇവിടെ പ്ലേറ്റിൽ നമ്മുടെ ലിക്വിഡ് സസ്പെൻഷൻ ഇങ്ങോട്ടേക്ക് ഒഴിക്കാമെന്ന് വിചാരിക്കുക. മൈക്രോ ഓർഗാനിസം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. സർഫസിൽ നമുക്ക് ചെയ്യാം. എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിപ്പിറ്റ് ഔട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് സസ്പെൻഷൻ നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് അതിനകത്ത് നമ്മളൊരു സ്റ്റെറൈൽ സ്വാബ് നമ്മൾ മുക്കി വെക്കുന്നു. ഓവർനൈറ്റ് ബാക്ടീരിയ കൾച്ചറിനകത്ത് മുക്കി വെക്കുന്നു. ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിക്കാതെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇത് വെച്ച് മീഡിയന്റെ സർഫസിൽ മൊത്തം ഇങ്ങനെ അങ്ങോട്ട് പരത്തുകയാണ്. സോ ഇതൊരു കോട്ടൺ സ്വാബാണ്. അല്ലെങ്കിൽ ഇവിടെ ഒഴിച്ചിട്ട് നമ്മൾ സ്വാബ് വെച്ചിട്ട് പരത്തുന്നു. സോ യൂണിഫോം സർഫസ് ഗ്രോത്ത് ഇവിടെ ഉണ്ടാവും. ഇവിടെ മൊത്തം നമ്മൾ വരയ്ക്കുന്നുണ്ട്. സർഫസ് മൊത്തം പരത്തുന്നു. യൂണിഫോം ആയിട്ടുള്ള സർഫസ് ഗ്രോത്ത് ഉണ്ടാവും. സോ ഇത് നമുക്കപ്പോൾ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ പ്ലേറ്റ്സ് ഉണ്ടാക്കി അതിനകത്തേക്ക് ഡിഫറെന്റ് ആന്റിബയോട്ടിക് ഡിസ്ക്, ഇതൊരു ആന്റിബയോട്ടിക് ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. സോ ഒരു ആന്റിബയോട്ടിക് പെനിസിലിൻ, വെറുതെ ഒരു ആന്റിബയോട്ടിക്. സോ ഇതിന് ചുറ്റും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ. സോ കൗണ്ട് നോക്കി നമുക്ക് സെൻസിറ്റിവിറ്റി ഒക്കെ അറിയാനായിട്ട്, അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കാനായിട്ടുള്ളതാണ്. ബാക്ടീരിയ ഫേജ് ടൈപ്പിംഗിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആന്റിജൻ ആൻഡ് വാക്സിൻസിലൊക്കെ നമുക്ക് ഈ ലോൺ ഓർ കാർപ്പറ്റ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് കൾച്ചർ ടെക്നിക്കാണ്. സ്ട്രോക്ക് കൾച്ചർ ടെക്നിക്കിൽ ഇത് ചെയ്യുന്നത് പെട്രി ഡിഷിലല്ല, ഒരു ടെസ്റ്റ് ട്യൂബിനകത്താണ്. സോ ഇറ്റ്സ് ഡൺ ഇൻ എ ട്യൂബിനകത്താണ് നമ്മൾ ഇത് ചെയ്യുക. സോ ഇവിടെ ട്യൂബിൽ നമ്മൾ ഈ അഗർ ഇങ്ങനെ ഒഴിച്ചിട്ട് അഗർ സ്ലോപ്പ് ഓർ സ്ലാൻഡ്, ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലാൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ്. സ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുക. സ്ലോപ്പ് ഓർ സ്ലാൻഡ്. സോ ലോഫർ സിറം അഗർ അല്ലെങ്കിൽ ലോസ്റ്റിൻ ജെൻസൺ, ഡോർസെറ്റെക് മീഡിയം. സോ ഇങ്ങനെയൊക്കെയുള്ള മീഡിയംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ ഈ മീഡിയം ഈസ് എ സോളിഡ് ആണ് എന്നുള്ളതാണ്. സോളിഡ് ഇതിനകത്തേക്ക് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസം ഉള്ള സാമ്പിൾ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. യൂസിങ് എ നിക്രോം അല്ലെങ്കിൽ പ്ലാറ്റിനം വയറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചിരിച്ചു പിടിക്കുന്നു. എന്നിട്ട് ഇതിനകത്തേക്ക് കുത്തി അങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇവിടം വരെ എത്തിയിട്ട് പുറത്തേക്ക് തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് 6 ആയി ഇങ്ങനെ വരച്ചിട്ടായിരിക്കും തിരിച്ച് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, മുകളിലേക്ക്. സോ സ്ലാൻഡിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. സോ അതുകൊണ്ട് ഇതിനെ സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ലാൻഡ് ഓർ സ്ലോപ്പ് മെത്തേഡ്സ് കൾച്ചർ എന്നൊക്കെ പറയാം. സോ ടെസ്റ്റ് ട്യൂബ് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് ഇത് ഗ്രോത്ത് ചെയ്യുന്നു. ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മൾ നോക്കുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാബ് ആണ്. സ്റ്റാബ് കൾച്ചർ മെത്തേഡാണ്. പേര് പോലെ തന്നെ സ്റ്റാബ് എന്ന് പറഞ്ഞാൽ കുത്തുക, പങ്ക്ചർ ചെയ്യുക എന്നുള്ളതൊക്കെയാണല്ലോ. സോ ഇവിടെ മീഡിയം ഈസ് സെമി സോളിഡ് ആണ്. സോ ഇത് മീഡിയം ഈസ് എ സെമി സോളിഡ് ആണ്. മീഡിയം പങ്ക്ചർ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ്. സോ ഒരു സ്ലോപ്പ് ഇതിനകത്ത് മീഡിയം ഒഴിക്കുന്നു, സ്ലോപ്പ് ഉണ്ടാക്കുന്നു. സോ മീഡിയം ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. പങ്ക്ചർ ചെയ്യാൻ എടുക്കുന്നത് വീണ്ടും മറ്റേ ലോങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ചാർജ്ഡ് വയർ ആയിരിക്കും ഇതിനകത്ത് എടുക്കുക. സ്റ്റോപ്പിനകത്തേക്ക് നമ്മൾ പതുക്കെ ഒരു 45 ഡിഗ്രി ചെരിച്ച് പിടിച്ചിട്ട് പങ്ക്ചർ ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചെയ്യും. ദെൻ അപ്രൈറ്റ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാം. സോ പ്രധാനമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് ജെലാറ്റിൻ ലിക്വിഫാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ്.
ജെലാറ്റിൻ ലിക്വിഫാക്ഷൻ ഡെമോൺസ്ട്രേറ്റ്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് മോട്ടിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജെലാറ്റിൻ ഇവിടെ അങ്ങനെ ജെലാറ്റിനാണ് സാധനം ആയിരിക്കുക, അത് ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ ബാക്ടീരിയ, നമ്മൾ കയറ്റിയ ബാക്ടീരിയ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണെന്നാണ് അർത്ഥം. മോട്ടിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിലിറ്റി പറയാം, ഇപ്പോൾ ഇവിടെ പങ്ക്ചർ ചെയ്ത ഭാഗത്ത് മാത്രം, ഇവിടെ മാത്രം ബാക്ടീരിയ ഉള്ളെങ്കിൽ അതിനർത്ഥം നോൺ മോട്ടൈലാണ് അല്ലെ, അവിടെ മാത്രമേ ഉള്ളൂ, നോൺ മോട്ടൈലാണ്. പക്ഷെ ഇവിടെ വന്ന ബാക്ടീരിയ ഇവിടെയും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്ടീരിയ ഇസ് മോട്ടൈലാണ്. ബാക്ടീരിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മൂവ് ചെയ്യുന്നു, മോട്ടൈലാണെന്ന് നമുക്ക് പറയാം. ആൻഡ് ദിസ് ഓൾസോ ഓക്സിജൻ റിക്വയർമെന്റ് ബാക്ടീരിയ മനസ്സിലാക്കാനും നമ്മൾ ഈ സ്റ്റാബ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറ്. ദെൻ അടുത്തൊരു മെത്തേഡ് സ്വീപ്പ് മെത്തേഡ് ആണ്. സ്വീപ്പ് കൾച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയത്തിനകത്തേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്ന സാധനം റബ്ബ് ചെയ്യണം, ഉരയ്ക്കുകയാണ്. അതാണ് സ്വീപ്പ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. സോ ദിസ് ഓൾസോ എ സർഫസ് കൾച്ചർ മെത്തേഡ് ആണ്. സോ ഫൈനലി ലിക്വിഡ് കൾച്ചർ ഓർ ബ്രോത്ത് കൾച്ചർ ആണ്. സോ ലിക്വിഡ് കൾച്ചർ അല്ലെങ്കിൽ ബ്രോത്ത് കൾച്ചർ മെത്തേഡ് ആണ്. സോ ഇവിടെ കൾച്ചർ മീഡിയം ലിക്വിഡ് ആണ്. കൾച്ചർ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് സോളിഡ് ആകാം എന്നുള്ളത്. സോ പിപ്പറ്റ് ഓർ സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. സോ നമ്മുടെ കയ്യിൽ ഒരു ഇനോക്കുലം വീണ്ടും ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇനോക്കുലമാണ്. സാമ്പിൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഓർ ഇൻഹിബിറ്റർ സബ്സ്റ്റൻസ് ഉള്ളതാണ്, പ്യുവർ കൾച്ചർ കിട്ടില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ലിക്വിഡ് കൾച്ചർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇനി ബയോകെമിക്കൽ ടെസ്റ്റ്, വാട്ടർ സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ബ്ലഡ് കൾച്ചർ. സോ ഇവിടെ എല്ലാ മൈക്രോ ഓർഗാനിസം വളരുമ്പോൾ ഉണ്ടാകുന്ന ടെർബിഡിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിന്റെ ഗ്രോത്ത് കണ്ടുപിടിക്കും. അതിനുശേഷം ലിക്വിഡ് കൾച്ചറിൽ നമ്മൾ പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞ മറ്റു മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്യുവർ കൾച്ചറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവങ്ങൾ കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എയറോബിക് കൾച്ചർ മെത്തേഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.